Hi friends, once again welcome to my video blog Ajaytechtips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ നിങ്ങൾ ഇന്ന് കാത്തിരുന്ന ആ ഒരു വീഡിയോ ആണ് വരുന്നത്. കാരണം ഈ വീഡിയോയെ കുറിച്ച് ഞാൻ ഫേസ്ബുക്ക് ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു വീക്ക് മുമ്പ് ഞാനൊരു ഫേസ്ബുക്ക് ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് യൂട്യൂബ് വീഡിയോയിൽ പറയേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഒരു ട്രെയിലറായിരുന്നു ആ ഫേസ്ബുക്ക് ലൈവ്. അപ്പം അതെന്താണ് കാര്യം, ഏതാണെന്ന് കാര്യം പറഞ്ഞതിന് മുമ്പ് അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ അജയ് ടെക് ടിപ്സ് കാണണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യണം മറക്കരുത്. കാരണം ഇത് അത്രയും വലിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. കാരണം നമ്മളൊരു ട്രെയിലർ ഫേസ്ബുക്കിൽ പോയി പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ അതിൽ കുറച്ച് നല്ല കണ്ടന്റ് ഉണ്ടാവും എന്നറിയാം. പിന്നെ ഇതേപോലത്തെ വീഡിയോസ് ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലുണ്ട്. അപ്പം നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ട് എങ്ങനെ ഒരു ഫേക്ക് ഐ ഡി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു ഐ ഡി കണ്ടു കഴിഞ്ഞാൽ നമുക്കതെങ്ങനെ ഫേക്ക് ആണോ അതോ റിയൽ ആണോ എന്ന് എങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം 2 ആഴ്ച ഒരു 10 days ബാക്ക് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്ക് ലൈവ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു അതിൽ പറഞ്ഞ കുറച്ച് പോയിന്റ്സ് ആണ്. അത് കൂടുതലായിട്ട് എലാബറേറ്റ് ചെയ്തിട്ട് ഈ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാനത് പറയാണ്. അപ്പം അതിൽ നമുക്ക് പറയേണ്ടത്, അതിനു മുമ്പ് ആദ്യം നമ്മൾ നോക്കണം എന്തിനാണ് ആൾക്കാർ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്. നമുക്കതിലേക്ക് പോവാം. ചിലവർ നമുക്കെന്താണ് അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് ഫേക്ക് ഐ ഡി. അത് മാത്രമല്ല, ഫേക്ക് ഐ ഡി വെച്ചിട്ട് പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് കൂടെ ഞാൻ പറഞ്ഞത്. ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കുന്ന ഒരു വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യക്തിയാവാം, ബിസിനസ് സ്ഥാപനങ്ങളാവാം. അപ്പം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഫേക്ക് ഐ ഡി 2 കാര്യങ്ങൾ. ഫേക്ക് ഐ ഡി എന്ന് പറയുമ്പോൾ തന്നെ ശരിക്കും ഒരു ചീറ്റിംഗ് ആണ്, ഒരു 420 ആണ് എന്ന് വരെ നമുക്ക് പറയാം. നമ്മുടെ സ്വന്തം ഐ ഡി അല്ലാതെ നമ്മൾ മറ്റൊരാളുടെ പേരിൽ തുടങ്ങുന്ന ഒരു ഐ ഡിനെയാണ് ഫേക്ക് ഐ ഡി എന്ന് പറയുന്നത്. അത് നമുക്ക് ഫേസ്ബുക്കിൽ വരാം, ഇൻസ്റ്റാഗ്രാമിൽ വരാം, ട്വിറ്ററിൽ വരാം, ജിമെയിലിൽ വരാം, സോ വാട്സപ്പിൽ വരെ ഫേക്ക് ആയിട്ട് വരാം. അപ്പം എന്തിനാണ് ഫേക്ക് ഐ ഡി തുടങ്ങുന്നത്? ഒന്ന്, സാധാരണ ആൾക്കാർ കാണുന്നത് ചാറ്റ് ചെയ്ത് ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി, ചിലപ്പോൾ ഒരു തമാശ ബേസിൽ തുടങ്ങുന്ന ഫേക്ക് ഐ ഡീസ് ഉണ്ട്. അതിന് പുറമെ വിദേശത്തുനിന്നും ഇപ്പോൾ സ്വദേശത്തുനിന്നും പണം തട്ടാൻ വേണ്ടിയിട്ട് ഫേക്ക് ഐ ഡി തുടങ്ങി പെണ്ണുങ്ങളുടെ പേരിൽ ചാറ്റ് ചെയ്തിട്ട് പിന്നെ ബ്ലാക്ക് മെയിലിങ്ങും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനെ കുറിച്ച് നമ്മൾ എങ്ങനെ സൈബർ സെല്ലിൽ പരാതി കൊടുക്കണമെന്ന് തൊട്ടടുത്ത ദിവസം, അതായത് ഈ വീഡിയോ റിലീസ് ചെയ്തതിൻ്റെ പിന്നെ വരുന്ന വീഡിയോ അതായിരിക്കും. അതും നിങ്ങൾ കാണണം. ഓക്കെ, അപ്പം ഏത് രീതിയിൽ പോയി നിങ്ങൾക്ക് സൈബർ സെല്ലിൽ പരാതി കൊടുക്കാം എന്ന് നമുക്കത് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേക്ക് ഐ ഡി ഞാൻ കഴിഞ്ഞ ഫേസ്ബുക്ക് ലൈവിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫേക്ക് ഐ ഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന പേരാണ് അശ്വതി അച്ചു. ഓക്കെ, അപ്പോൾ നമ്മളത് തമാശ ബേസിൽ പറയുകയാണെങ്കിൽ പല ഫിലിമിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, യൂട്യൂബിലും അങ്ങനെ കുറേ വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കാര്യം പറയും, ഈ ഫേക്ക് ഐ ഡി ഒന്ന് പെൺകുട്ടികളുടെ പേരിൽ ആണുങ്ങൾ തന്നെ ഇരുന്ന് ചാറ്റ് ചെയ്തിട്ട് പറ്റിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. ഇനി പെൺകുട്ടികൾ തന്നെ അവരെ ഐഡന്റിറ്റി മറച്ചു വെക്കാൻ വേണ്ടിയിട്ടും ഫേസ്ബുക്കിൽ ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഒരു ഒറിജിനൽ ഐ ഡി ഉണ്ടാവും, പിന്നെ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാവും. ഇനി മൂന്നാമത്തെ കേസ് ഇതാണ് ഇതിൽ നടക്കുന്നത്. ഈ ഒരു പറ്റിപ്പ് പറയുമ്പോൾ ചീറ്റിങ് അത് പല തരത്തിലേക്ക് പോകുന്നുണ്ട്. ചില ആത്മഹത്യയിലേക്ക് വരെ പോകാറുണ്ട്. നമുക്ക് ഫോർ എക്സാമ്പിൾ പറയാം, കുറച്ച് കാലം മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന ഒരു മൂവി ഉണ്ട്, ഹരികൃഷ്ണൻസ്. അതൊരു ഫേക്ക് ഐ ഡി ആയിരുന്നു. കുഞ്ചാക്കോ ബോബന്റെ ക്യാരക്ടർ ആ ഒരു വ്യക്തിക്ക് കത്തയക്കണത് ഫേക്ക് ഐ ഡി, പേര് ഒരു പെണ്ണിന്റെ പേര് വെച്ചിട്ടാണ് കത്തയക്കുന്നത്, ആ മാഷ്ക്ക് വേണ്ടി അയക്കുന്നത്. അതേപോലെ തന്നെയാണ് ഇന്ന് ഫേസ്ബുക്കിൽ കാണുന്നത്. അപ്പം ഒരു ഫേക്ക് ഐ ഡി എങ്ങനെ തിരിച്ചറിയും? പിന്നെ ബിസിനസ് പരം എന്ന് പറയുകയാണെങ്കിൽ, എനിക്ക് അവർ കാലിക്കറ്റ് എന്ന് പറഞ്ഞ ഫേസ്ബുക്കിൽ 26,000-ൽ പരം ആൾക്കാരുള്ള ഗ്രൂപ്പ് ഉണ്ട്. അതിൽ വരും അഡ്വർടൈസ്മെന്റ്സ് വരും. ഞാനൊക്കെ എന്താണ് അഡ്മിൻ ഓൺലി ആക്കിയാണ്, പെർമിഷൻ ഞാൻ കൊടുത്താൽ മാത്രമേ ഉള്ളൂ. അതിൽ കാണാം കുറേ പെണ്ണുങ്ങളുടെ പേരിൽ കുറേ പ്രൊഡക്ട്സിൻ്റെ മീൻസ് എന്താണ് ഷെയർ വരുന്നത് അതിൽ ഇടാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സാധാരണ എന്താ, ഒരു പെണ്ണിൻ്റെ പേരിൽ ഒരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാരത് റീച്ച് കിട്ടും. ആ ഒരു സൈക്കോളജി കൊണ്ടാണ് ഈ ഒരു ഫേക്കിങ്, അതാണ് പറഞ്ഞത് ബിസിനസ് ആവശ്യങ്ങൾക്ക് ഫേക്ക് ഐ ഡി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഒരു ഫേക്ക് ഐ ഡി ഫേസ്ബുക്കിലാണെങ്കിൽ എങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കണ്ടേ DP അഥവാ പ്രൊഫൈൽ പിക്ചർ ഒന്നെങ്കിൽ ഏതെങ്കിലും സിനിമാ നടീൻ്റെയോ നടൻ്റെയോ ആയിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ കണ്ണോ ചിലപ്പോൾ തൊപ്പിയോ
അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഫോട്ടോ ആയിരിക്കും. അതായത് ആളിൻ്റെ ഫോട്ടോ ഉണ്ടാവില്ല. അതാണ് ഫസ്റ്റ് പോയിന്റ്. പിന്നെ സെക്കൻഡ് പോയിന്റ് എന്ന് പറയുകയാണെങ്കിൽ ഇവർ എന്ത് ലക്ഷ്യം വെച്ചാണോ ഇത് തുടങ്ങുന്നത്, ഇപ്പൊ ബിസിനസ് പ്രൊമോഷൻ ആണെന്ന് അതിന്റെ പോസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ സാധാരണ ഒരു ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന പോലെ നമ്മുടെ ഒരു കാര്യങ്ങളും അതിലുണ്ടാകും. അത് ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ആയിട്ടുള്ള അക്കൗണ്ട് ആണെങ്കിൽ, ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടാണെങ്കിലോ ഒരു മൂവീനെ കുറിച്ചിട്ടാണെങ്കിലോ ചില മൂവീസിനെ കുറിച്ചിട്ടൊക്കെ ചീത്ത പറഞ്ഞും ഒക്കെ ഇടുന്ന ഫേക്ക് ഐഡീസ് ഉണ്ട്. ആ ഐഡിയുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മൂവീനെ കുറിച്ച് മാത്രം, ഒരു മൂവി നല്ല മൂവി ഇറങ്ങിയാൽ അതിനെക്കുറിച്ച് മാത്രം ഫേക്ക് അഭിപ്രായം ഇടുന്ന, അതും ഒരു ഫേക്ക് ഐഡിയ. ഇപ്പൊ ഈ അടുത്ത് റിലീസ് ചെയ്ത ഒരു പടമുണ്ട് കോൾഡ് കേസ് എന്ന് പറഞ്ഞിട്ടില്ല. അതിൽ ഇവാ മറിയ എന്നുള്ളൊരു ക്യാരക്ടർ ഉണ്ട്. ഓക്കെ, ഈ ഇവാ മറിയയുടെ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട് പേരിൽ ഒറിജിനലായിട്ട് ഒരു അക്കൗണ്ട് ഉണ്ട്. യെസ്, അതും ഒരു ഫേക്കാണ്. കാരണം ഇവാ മറിയ ഒരു കഥാപാത്രമാണ്. അതിന്റെ പേരിൽ ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്താൽ അത് 100% പക്ക ഫേക്ക് അക്കൗണ്ട് ആണ്. അവർ കോൾഡ് കേസ് എന്ന പടത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇവാ മറിയയുടെ പേരിൽ അക്കൗണ്ട് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇന്നും ഫ്രിഡ്ജിൽ തണുപ്പ് കൂടുതലാണ് അങ്ങനത്തെ പോസ്റ്റ് ഞാൻ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഫേക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവാ മറിയ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ പടത്തിൽ കാണുന്ന അതേ DP ആയിട്ട് ആ പടം കണ്ട ആൾക്കാർക്ക് അറിയാം. ആ പ്രേതത്തിന്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് അതന്നെ അതിലുണ്ട്. അപ്പൊ അത് ഒരു ഫേക്കാണ്. അതെന്താ, നല്ലൊരു ഉദ്ദേശം വെച്ചിട്ടാണ്. കാരണം ദുരുദ്ദേശമല്ല, ആ ഒരു മൂവീനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാ പറഞ്ഞ ബിസിനസ് പ്രൊമോഷൻ. ഇതേപോലെ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ട്. അപ്പൊ നമുക്കിനി അതിൽ അപ്ഡേറ്റ്സ് വരുന്നുണ്ട്. ഇനി അപ്ഡേറ്റ് വരാത്ത കേസുകൾ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ സാധാരണ ഒരു ചാറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഒരു പെണ്ണിന്റെ പേരിൽ ഒരാണ് ഫേസ്ബുക്കിൽ ഫേക്ക് അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ചാറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിരിക്കും അത് ഉപയോഗിക്കുക. അതിന്റെ ഫോട്ടോ ഗാലറി പോയി കഴിഞ്ഞാൽ ഒന്നുകിൽ ലോക്ക് ആയിരിക്കും, അല്ലെങ്കിൽ 1-2 ഫോട്ടോ ഉണ്ടാവും. പിന്നെ മിക്കവാറും ഒരു ഫോട്ടോ മറ്റേ ഉണ്ടാവുള്ളൂ. അത് മിക്കവാറും സിനിമാ നടികളിലേക്ക് ആയിരിക്കും. മലയാളികളാണ് അധികം ചെയ്യുന്നത് വെച്ചാൽ അനു സിത്താരേന്റെ ഫോട്ടോ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ഉണ്ടാവുക ഫേക്ക് അക്കൗണ്ടിൽ. ഇപ്പൊ കേട്ടോ, പണ്ട് കാവ്യമാധവനായിരുന്നു, ഇപ്പൊ അത് മാറി. അപ്പം മെയിനായിട്ട് വരുന്നത് അങ്ങനത്തെ അക്കൗണ്ടാണ്. പിന്നെ അവരെ ഒരു പോസ്റ്റുകളും അവരൊരു സ്റ്റാറ്റസ് ഉണ്ടാവില്ല. പിന്നെ അവരെ അബൌട്ട് ഇൻഫോ നോക്കിക്കഴിഞ്ഞാലും വ്യക്തമായ ഒരു കാര്യങ്ങളും അതിലുണ്ടാവില്ല. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലാക്കാം ഫേക്ക് അക്കൗണ്ടാണ്. ഇനി ജിമെയിലിലേക്ക് നോക്കാം. ജിമെയിലിൽ ഫേക്ക് അക്കൗണ്ട് എടുക്കാൻ അധികം പേരും യൂട്യൂബിൽ മോശം കമന്റ് ഇടാനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഈ അടുത്ത് ഒരു പ്രമുഖ യൂട്യൂബറിന്റെ ഫാൻസ് കയറിയിട്ട് ആ യൂട്യൂബറെ കുറിച്ച് വേറെ യൂട്യൂബർ എന്ത് ചെയ്തു, മോശമായിട്ട് വീഡിയോയിൽ പറഞ്ഞത് ഇതാണ്. എന്താണ്, അതായത് ആ പ്രമുഖ യൂട്യൂബറും അവരെ സിസ്റ്ററും കൂടെ എടുക്കുന്ന വീഡിയോ കണ്ടുമ്പം ഡോറയും ബുജിയും പോലെ ഉണ്ടെന്ന് പറഞ്ഞതിന് ഈ പറഞ്ഞ യൂട്യൂബറിന്റെ ഇതിൽ കയറി ഈ ഒരു യൂട്യൂബറിന്റെ പ്രൊഫൈൽ പിക്ക് വെച്ചിട്ട് ഒരു 100 പേര് കയറിയിട്ട് എന്ത് ചെയ്തു, ചീത്ത വിളിച്ചു. ഈ ഒരു യൂട്യൂബർ എന്ത് ചെയ്തു, നേരെ പോയിട്ട് സൈബർ സെല്ലിൽ അങ്ങ് പെറ്റീഷൻ കൊടുത്തു. സൈബർ സെല്ലിന് പിടിക്കാൻ പറ്റും. അതെങ്ങനെയാന്ന് ഞാൻ പറയാന്ന് ഫേസ്ബുക്ക് ലൈവിലൂടെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പൊ ജിമെയിൽ ആണെങ്കിൽ ഇപ്പൊ ഞാൻ എൻ്റെ ഈ ഒരു ഫോണിലാണ് ഞാനൊരു സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇതിലൊരു ജിമെയിൽ അക്കൗണ്ട് ഞാൻ എടുത്തിട്ടുണ്ടാവും. ഈ ഒരു ജിമെയിൽ അക്കൗണ്ട് ഞാൻ സൈൻ ഔട്ട് ചെയ്തിട്ടായിരിക്കും ഞാൻ അടുത്ത ഈ ഫേക്ക് അക്കൗണ്ടുള്ള ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുന്നത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഈ ഒരു പുതിയ അക്കൗണ്ട് അല്ലേ, എന്നെ പിടിക്കാൻ പറ്റില്ല എന്ന് വിചാരിക്കും. പക്ഷെ ഈ ഒരു ഫോണിൽ മാക് അഡ്രസ് എന്നുള്ള ഒരു അഡ്രസ് ഉണ്ട്. MAC മാക് അഡ്രസ്, മീഡിയ ആക്സസ് കൺട്രോളർ അഡ്രസ്. പിന്നെ ഈ ഫോണിനൊരു IP അഡ്രസ് ഉണ്ട്. ഇത് നമ്മുടെ നെറ്റിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അത് ആരെ പേരിലാണ് സിം എടുത്തത് എന്നുള്ള ഡീറ്റെയിൽസ് അവിടുന്ന് സൈബർ സെല്ലിന് കിട്ടും. പിന്നെ ഉള്ളത് IMEI നമ്പറാണ്. ഇതും സൈബർ സെല്ലിന് കിട്ടും. അപ്പൊ നമ്മളൊരു വൈഫൈയിൽ എടുത്ത് നമ്മൾ സ്വന്തം ഫോണിൽ തന്നെ ആ സ്വിച്ച് അക്കൗണ്ട് വെച്ചിട്ട് നമ്മളൊരു ഫേക്ക് അക്കൗണ്ട് കയറി കമന്റ് എടുത്താൽ വിത്തിൻ സെക്കൻഡ്സ് ആ കമന്റ് ഇട്ട ഫേക്ക് അക്കൗണ്ടിലിട്ട IMEI നമ്പറും ഈ ഒരു സിം ത്രൂ ആണെങ്കിൽ സിം നമ്പറും കിട്ടും. മാക് അഡ്രസ്സും മാച്ച് ചെയ്യണം. വേറെ ഏതെങ്കിലും ഇമെയിൽ അഡ്രസ് ഉണ്ടോ എന്നാണ് സൈബർ സെല്ല് ഫസ്റ്റ് സെർച്ച് ചെയ്യുക. അങ്ങനെ സെർച്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു യൂട്യൂബറിന്റെ പേര് തുടങ്ങിയ ഫാൻസ് ആർമി എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുടെ ഒറിജിനൽ അക്കൗണ്ട്, ചിലപ്പം ചെറിയ മക്കളാണ് അത് ചെയ്തത്. കാരണം ഈ വീഡിയോസ് അധികം കുട്ടികളാണ് കാണാറ്. അപ്പൊ ആ കുട്ടികളുടെ രക്ഷിതാക്കളായിരിക്കും കുടുങ്ങുക. അപ്പൊ
ഇപ്പോൾ പ്രത്യേകിച്ചായിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഫോൺ കൊടുക്കാറുണ്ട് എന്തിനാണ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, യൂട്യൂബ് നമ്മൾ എടുക്കുന്നുണ്ട്, ഇവരിതിൽ കയറിയിട്ട് ഇങ്ങനെ നെഗറ്റീവ് അങ്ങ് അടിക്കും. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആരെ പേരിലാണ് പ്രൂഫ് എടുത്തിരിക്കുന്നത്? അവർ കുടുങ്ങും, അച്ഛനായിരിക്കും അല്ലെങ്കിൽ അമ്മയായിരിക്കും. സൈബർ സെല്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലത്തെ അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്, നല്ല കഴിവുള്ള ഇതാണ്. നമ്മൾ സത്യം പറയാന്ന് വെച്ചാൽ കേരളത്തിലത്തെ സൈബർ സെൽ എന്ന് പറയുകയാണെങ്കിൽ കമ്പയർ ടു അതർ സ്റ്റേറ്റ്സ് വി ആർ ബെസ്റ്റ്. അത് നമുക്ക് പറയാൻ പറ്റും. വിത്തിൻ സെക്കൻഡ്സ് അവർ കേസ് തെളിയിക്കും. ഇപ്പോൾ സൈബർ ലോ അത്യാവശ്യം നല്ലതാണ്. ഇങ്ങനെയാണ് ഒരു ഫേക്ക് അക്കൗണ്ട് എങ്ങനെയാണെന്ന് സൈബർ സെല്ല്. ഇനി ഇവർക്ക് വേണമെങ്കിൽ ഒറ്റ കാര്യമുണ്ട് ചെയ്യാം, ഇതൊന്നും അല്ലാണ്ട് വെറുതെ വെച്ച് അത് അച്ഛൻ കുറച്ച് പാടുപെടും, എന്നാലും പിടിക്കും. കാരണം എന്താ, അതിനായിട്ടൊരു ഡിവൈസ് വാങ്ങി അതിനായിട്ടൊരു നെറ്റ് കണക്ഷൻ എടുത്തു. ആ നെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ ID പ്രൂഫ് വേണം. ഇപ്പൊ പണ്ടത്തെ പോലെയല്ല, ആധാറും ID കാർഡൊന്നും കൊടുത്താൽ കിട്ടില്ല, നമ്മുടെ ഫിംഗർ പ്രിന്റ് കൊടുക്കണം. ഇപ്പൊ പുതിയ കണക്ഷൻ എടുക്കുമ്പോൾ ആധാർ കൊടുത്തു കഴിഞ്ഞാൽ അതുണ്ട്. പിന്നെ നമ്മുടെ ഫോട്ടോ നമ്മുടെ തന്നെ വന്ന് അവർ എടുത്തിട്ടാണ് കണക്ഷൻ എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ പാരൻസിന്റെ പേരിലാണ് കണക്ഷൻ എടുത്ത് വെച്ചാൽ എന്തിനാ മക്കളെ അവരെ കൊടുക്കുന്നത്? അതുകൊണ്ട് ഫേക്ക് അക്കൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ കുട്ടിക്കളിയല്ല ഫേക്ക് അക്കൗണ്ട്. ഇന്റർനെറ്റിലത്തെ ഒരു കാര്യങ്ങളും ഇപ്പം കുട്ടിക്കളിയല്ല. അത് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നമ്മുടെ സൈബർ സെല്ലിനെ പറ്റും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വന്ന ഇതിന് പറഞ്ഞ ഫേസ്ബുക്ക് ഫേക്ക് അക്കൗണ്ട് ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു രീതി, ഒന്ന് DP ഫേക്ക് ആയിരിക്കും, കണ്ടിന്യൂസ് ആയിട്ടുള്ള പോസ്റ്റിംഗ് ഉണ്ടാവില്ല. പിന്നെ ചില ഓഫീസേഴ്സൊക്കെ ഉണ്ടാവും, കുറച്ച് മാത്രം അപ്ഡേറ്റ്സ് ഉണ്ടാവുള്ളൂ, എന്നാലും അവരെ ഡീറ്റെയിൽസ് എബൌട്ട് സെക്ഷനിൽ കറക്റ്റ് ആയിരിക്കും. അത് ഉണ്ടാവില്ല. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഫേക്ക് അക്കൗണ്ട് ആണോ റിയൽ അക്കൗണ്ട് ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ജിമെയിലിലെ രീതി പറഞ്ഞു. ഇനി വാട്സപ്പിലും ഫേക്ക് അക്കൗണ്ട് എടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതേപോലെ. പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഇൻസ്റ്റയിലും ചെയ്യുന്നത് ഫേക്ക് അക്കൗണ്ട് ചെയ്യുന്നത് ഒരു പ്രശസ്ത ആളുടെ പേരിൽ എന്ത് ചെയ്യും, ഒരു അക്കൗണ്ട് എടുക്കും. ഇപ്പൊ യൂട്യൂബർ ആവാം, ഫിലിം ആക്ടർ ആവാം. അപ്പൊ എന്ത് ചെയ്യും, ഈ ആൾക്കാർ എന്ത് ചെയ്യും, സെർച്ച് ചെയ്യുമ്പോൾ അത് സെർച്ചിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും പോയി ഫോളോ ചെയ്യും. ഇനി ഫേസ്ബുക്ക് പേജ് ആണെങ്കിൽ പോലും. അപ്പം ഈ അടുത്തുണ്ടായത് ഒരു പ്രശസ്ത സിനിമാ നടന്റെ ഫേസ്ബുക്ക് പേജ്. അപ്പൊ ആ പേജിൽ എല്ലാവരും, ഈവൺ ഇഫ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നാണ് ഞാൻ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയതാ, അങ്ങനെ ഒരു പേജ് തന്നെ ഇല്ല. പകരം ഞാൻ വേറൊരു ഗ്രൂപ്പില്, ഒരു കഥാ ഗ്രൂപ്പിന്റെ എത്തി നോക്കുമ്പോൾ എന്താ, ഇതായിരുന്നു ആ പേജ്. അപ്പൊ എന്താ, അങ്ങനെ ഒരു ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്തിട്ട് ഓഡിയൻസിനെ ഗ്രാബ് ചെയ്തിട്ട് എന്നിട്ട് എന്ത് ചെയ്തു, അത് മാറ്റി. അത് കണ്ടുപിടിക്കാൻ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒരു ഓപ്ഷൻ ഉണ്ട്. എന്താണ് ആ ഓപ്ഷൻ? വേരിഫൈഡ് ആണോ എന്ന് ബ്ലൂ ടിക്ക് ഉണ്ടാവും. യൂട്യൂബിലും ഉണ്ട്. യൂട്യൂബിൽ ഒറിജിനൽ ആണോ അറിയണമെങ്കിൽ 1 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയ ആൾക്കാർക്ക് യൂട്യൂബ് വെരിഫിക്കേഷൻ കിട്ടും. നമുക്കൊരു ബ്ലൂ ടിക്ക്, നമ്മുടെ സുജിത് ഭക്തന്റെയും ഒക്കെ വീഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം. പ്രശാന്ത് പർവർ, കടൽ മച്ചാൻ, ഇവരൊക്കെ വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ വെരിഫൈഡ് ടിക്ക് കാണാൻ പറ്റും. അങ്ങനെ കാണുമ്പോൾ അത് നമുക്കറിയാം ദാറ്റ് ഈസ് ഒറിജിനൽ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ, അതേപോലെ ഫേസ്ബുക്കിലും ഫേസ്ബുക്ക് പേജിലായാലും ഫേസ്ബുക്ക് അക്കൗണ്ട് ആണെങ്കിലും, ഇപ്പൊ ഒരു ഫിലിം സ്റ്റാറിന്റെ പേര്, മമ്മൂട്ടിന്റെ പേരിലാണെങ്കിലും മോഹൻലാലിന്റെ പേരിലാണെങ്കിലും സുജിത് ഭക്തന്റെ ടെക് ട്രാവലീറ്റ് ആണെങ്കിലും നമ്മുടെ കടൽ മച്ചാന്റെ ചാനലിലാണെങ്കിലും അതിൽ വെരിഫൈഡ് ഉണ്ട്. അങ്ങനെ ഫേസ്ബുക്ക് പേജിൽ വെരിഫൈഡ് ആണ് ഒറിജിനൽ. ഇപ്പൊ അതായത് അൺബോക്സിംഗ് ഡ്യൂഡ് എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 100 അൺബോക്സിംഗ് ഡ്യൂഡ് വരും. അത് അല്ല, അതിൽ വെരിഫൈഡ് ഉണ്ടോ എന്ന് ബ്ലൂ ടിക്ക് നിങ്ങൾ നോക്കാം. കാരണം ആ ഒരു പേജിലേക്ക് ആൾക്കാരെ കിട്ടും. ഇതുകൊണ്ട് കിട്ടിയ ഇവർക്കുള്ള ഗുണം എന്താ, ആ ഫോളോവേഴ്സിനെ കിട്ടി. ഫോർ എക്സാമ്പിൾ പറയാൻ വെച്ചാൽ അൺബോക്സിംഗ് ഡ്യൂഡിന്റെ സിസ്റ്റർ ഡ്യൂഡി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, 4K ഡ്യൂഡി. അധികം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ആ ഒരു ചാനൽ തുടങ്ങി അന്ന് പേര് അനൗൺസ് ചെയ്തു 4K ഡ്യൂഡി. അന്ന് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഒരു 100 4K ഡ്യൂഡി ഉണ്ട്. അപ്പൊ എല്ലാവർക്കും എന്തെങ്കിലും സബ്സ്ക്രൈബർ അങ്ങനെ ഒറ്റ കുതിച്ചു കയറ്റായിരിക്കും. അതാണ് അവർക്കും വേണ്ടത്. പിന്നെ അവർ സബ് ചെയ്തത് അൺസബ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നെ അവർ ചാനലിലെ പേര് മാറ്റും, വേറെ വീഡിയോസ് ഇടും. ഈ 4K വീഡിയോ എന്ത് പറ്റും, ഇവരിടുന്ന വീഡിയോന്റെ സെർച്ച് കിട്ടില്ല. അതുകൊണ്ട് തന്നെയായിരുന്നു അന്ന് സാലി പറഞ്ഞത് എൻ്റെ പെങ്ങളുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാമിലും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, ഫേക്കിലൊന്നും ചെന്നപ്പെടാത്ത. ഇതിപ്പോ നല്ല കാര്യങ്ങൾക്ക് യൂസ് ചെയ്യും. ഇപ്പൊ നിങ്ങളിപ്പോ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരാളെ ഫോളോ ചെയ്യുന്നത് കറക്റ്റ് ആയിട്ടല്ലെങ്കിൽ എങ്ങനെ അത് പറ്റും? അവര് പിന്നെ അത് വേറൊരു ആവശ്യത്തിന് ആ അക്കൗണ്ട് യൂസ് ചെയ്താൽ നിങ്ങൾ അതിൽ ഫോളോ ചെയ്യുന്നതായിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് കാണില്ലേ? മോശമല്ലത്. അതാണ് കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ആൾക്കാരെ പൈസ പറ്റിക്കാൻ വേണ്ടി ഫേക്ക് അക്കൗണ്ട് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതും നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ വേറെ കാര്യം, നാളെ ഒരു വീഡിയോ വരുന്നുണ്ട്. സൈബർ സെല്ലിൽ
നമ്മൾ പോയി എങ്ങനെ പരാതി കൊടുക്കാൻ പറ്റും? നേരിട്ടാണോ അല്ലെങ്കിൽ അല്ലാണ്ട് എങ്ങനെ പോകണം? നമുക്കൊരു ഇൻ്റർനെറ്റിൽ ഒരു പരാതി വരികയാണെങ്കിൽ അതിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് നമ്മൾ അതിൽ വെക്കണം? ഈ സൈബർ സെൽ വരുന്ന പരാതികളിൽ എങ്ങനെ നമുക്ക് പ്രോപ്പർ വേ ആയിട്ട് കൊടുക്കാന്നുള്ളൊരു വീഡിയോ നാളെ വരുന്നുണ്ട്. അത് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം. കാരണം നിങ്ങളും നിങ്ങളുടെ മക്കൾക്കും ആ വീഡിയോ കാണിച്ചു കൊടുക്കണം. കാരണം ഇങ്ങനൊരു കേസ് വന്നാൽ അതിൽ എങ്ങനെ ആക്ഷൻ എടുക്കും എന്നുള്ള കാര്യം കൂടെ നോക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.